ഹലോ പ്രൈസ് ഞങ്ങളുടെ മൂന്നാമത്തെ മകനാണ് സാനോഹ്. അവന് വളരെ റയറായിട്ടുള്ള ബ്ലഡ് ക്യാൻസറാണ്. അപ്പോൾ അവനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 35 ലക്ഷത്തോളം രൂപ ആവശ്യമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ രണ്ട് കുടുംബത്തിനും സഭയ്ക്കും അതിനുള്ള വരുമാനം കണ്ടെത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ഭീമമായിട്ടുള്ള തുക ഇവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. മൂത്ത കുഞ്ഞിനാണെങ്കിലും DMD എന്ന അസുഖത്താൽ അവനും ഭാരപ്പെടുന്നു. ഇപ്പോൾ രണ്ടു പേർക്കുമുള്ള പ്രാർത്ഥനയും സഹായങ്ങളും ഞങ്ങൾ ചോദിക്കുകയാണ്. പ്രിയമുള്ളവർ, വളരെ സങ്കടത്തിലാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എത്ര ഇതാണെന്ന് പറഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു പ്രയാസം വന്നാൽ നമ്മൾ വല്ലാതെ പതറിപ്പോവും. രണ്ടുപേരും വളരെ പ്രയാസത്തിലൂടെയാണ്. ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെയൊക്കെ ചിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ചിലപ്പോൾ സന്തോഷത്തോടൊക്കെ ചിരിക്കുന്നതായിട്ട് മറ്റുള്ളവർക്ക് തോന്നും, പക്ഷേ ഉള്ളിൽ കരയുകയാണ്. കാരണം ഈ രണ്ട് കുഞ്ഞുങ്ങളും പ്രയാസത്തിലാണ്. മൂത്ത കുഞ്ഞിനും അങ്ങനെ മരുന്ന് കാര്യങ്ങളൊന്നും ഇപ്പോഴും അവൻ്റെ ചികിത്സയ്ക്കുമില്ല. അവൻ എഴുന്നേറ്റ് നിന്നാൽ പിന്നെ എഴുന്നേറ്റ് നിർത്തിയാലേ മാത്രമേ നടക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ സാഹചര്യങ്ങൾ. ഈ മോന് സാനോഹ്, അവനും ഈ വലിയ പ്രയാസത്തിലൂടെ പോകുന്നു. 35 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ കണ്ണൂർ വന്നിരിക്കുകയാണ് കേട്ടോ. വല്ലാത്ത ഒരു വേദനയോടുകൂടെയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. AG ചർച്ചിൽ പ്രവർത്തിക്കുന്ന AG സഭയുടെ പാസ്റ്ററായിരിക്കുന്ന കവനീഷ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ആരെയും വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന, ആരെയും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവർ, പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കണേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതാണ് പാസ്റ്ററുടെ ഫാമിലി. ഇരിക്കുന്ന മോനാണ് സുഖമില്ലാത്തത്, മാസ്ക് വെച്ചിരിക്കുന്നത്. ഈ മോനും സുഖമില്ല. ഇപ്പോൾ നമുക്ക് കാണുന്ന ദേവദാസിയുടെ തൊട്ടടുത്തുള്ള മോന്. പാസ്റ്ററുടെ പേരെന്താ? എൻ്റെ പേര് കവനീഷ്. ഓക്കെ. ദേവദാസിയുടെ പേര്? എൻ്റെ പേര് റീന. ഏത് സഭയിലാണ് പ്രവർത്തിക്കുന്നത്? ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ ആസ്പിൾസ് ഓഗോളുടെ പയ്യന്നൂർ സെക്ഷനിൽ പാടിയൊട്ടിച്ചാരി സഭയിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ. സ്വന്തം വീട്? സ്വദേശം കോഴിക്കോട് ജില്ലയിൽ തിക്കോടിയാണ്. തിക്കോടി. ഓക്കെ. ഈ മോനും സുഖമില്ല. അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയാലേ അവൻ നടക്കുള്ളൂ. സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ കുഞ്ഞാണ് ഇപ്പോൾ മാരകമായ ഒരു രോഗത്തിൽ ആയിരിക്കുന്നത്. ഈ മോന് ഇത് വന്നിട്ട് എത്ര ദിവസമായി? എത്ര നാളായി? അവന് 3 വർഷമായി. 3 വർഷമായി ഈ മോന് വന്നിട്ട്. ഈ കുഞ്ഞിന് വന്നിട്ട് 3 മാസം നമ്മൾ അറിഞ്ഞിട്ട്. ഓക്കെ. ദൈവ തിരുനാമത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, ഏറെ സങ്കടത്തോടെയാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ, ഞങ്ങളുടെ കുടുംബമായി നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞിനെ മാസ്ക് വെച്ചോ? മൂന്നാമത്തെ മകനായ സാനോഹിന് അപൂർവങ്ങളിൽ അപൂർവമായ ബ്ലഡ് ക്യാൻസറിൽ അപൂർവമായ JMML എന്ന ഒരു ഇനം ക്യാൻസർ അവനെ ബാധിച്ചിരിക്കുകയാണ്. അത് അവനെ ഈ ദിവസങ്ങൾ വളരെ ബുദ്ധിമുട്ടിക്കുന്നു. അവൻ്റെ ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവും ബ്ലഡിൻ്റെ അളവും വളരെ കുറഞ്ഞു പോവുകയാണ്. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ നാട്ടിൽ ഒരു ഡോക്ടറെ കാണിച്ചു. പനിയായിരുന്നു ആദ്യമൊക്കെ. പിന്നീട് അത് ഞങ്ങൾ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ കാണിച്ചു. അവിടുന്ന് അവർക്കൊരു ഡൗട്ട് തോന്നിയത് കൊണ്ടാണ് മലബാർ ക്യാൻസർ സെൻറ്റർ തലശ്ശേരിയിലേക്ക് ഞങ്ങളെ അയച്ചത്. അവിടുത്തെ ടെസ്റ്റിലാണ് ഈ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം വരുന്ന ബ്ലഡ് ക്യാൻസർ ഇനമായ JMML എന്ന ക്യാൻസർ ഇവനെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനിടയായത്. അതിനുശേഷം അപ്പോൾ തന്നെ കുഞ്ഞ് വളരെ ക്ഷീണിതനായിരുന്നു. അവന് വളരെ പ്രയാസങ്ങളിലൂടെയാണ് ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. ആ പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് കാരണം കുഞ്ഞ് വളരെ ക്ഷീണിതനാകുകയും ഇടയ്ക്കിടയ്ക്ക് ICUവിൽ അഡ്മിറ്റ് അല്ലായിരുന്നോ?
എന്നെ വിളിക്കുമ്പോഴും ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിക്കുന്ന സമയങ്ങളെല്ലാം കുഞ്ഞ് അഡ്മിറ്റായിരുന്നല്ലോ. അതെ അതെ, ദിവാസൻ വരാൻ പറഞ്ഞ സമയങ്ങളിൽ മിക്കവാറും ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിപ്പോയി. ഇടയ്ക്ക് ഒരു സർജറി വേണ്ടുന്ന ഒരവസ്ഥ വന്നു. അവൻ്റെ കഴുത്തിൻ്റെ വലതുവശത്ത് 2 മുഴകൾ ഉണ്ടാകുകയും അത് സർജറി ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് അഭിപ്രായപ്പെട്ടു. എന്നാൽ അത് സർജറി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അത് അവിടെ സർജറി ചെയ്യുമ്പോഴത്തേക്ക് ബ്ലഡ് ക്ലോട്ടാകാതെ വന്നു കഴിഞ്ഞാൽ, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായാൽ അത് അപകടം സംഭവിക്കുന്നുള്ളതിൻ്റെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ മിക്കപ്പോഴും ഈ ദിവസങ്ങളിൽ ഐശ്വര്യ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചില്ലേ, കുറേ പ്രാവശ്യം. അതിനകത്ത് ഒരു പ്രാവശ്യം ദീർഘനാളുകൾ ഐശ്വര്യ കിടന്നില്ലേ? അതെ, ഏകദേശം 1 മാസത്തോളം ഐശ്വര്യ കിടന്നില്ല തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് പീഡിയാട്രി ICU വാർഡിലേക്കായിരുന്നു മാറ്റിയിരുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ പ്രവർത്തന സ്ഥലമായ പാടിയൊട്ടിച്ചാലിൽ ഇവിടുന്ന് ഏകദേശം 90 കിലോമീറ്ററോളം ഉണ്ട്. അവിടത്തേക്ക് പോകാൻ ഡോക്ടേഴ്സ് അനുവദിക്കുന്നില്ല. യാത്ര, ഈ പ്ലേറ്റ്ലെറ്റ് കയറ്റിയ ശേഷമുള്ള യാത്ര കുഞ്ഞിന് ദോഷം വരുമെന്നുള്ളത് കൊണ്ടും വിസിറ്റേഴ്സിനെയൊക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് ഇവിടെ മലബാർ ക്യാൻസർ സെൻറ്റർ തലശ്ശേരിക്ക് അടുത്ത് തന്നെ 5 കിലോമീറ്ററിനുള്ളിൽ ഒരു വാടക വീടെടുത്ത് താമസിക്കാനാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു എമർജൻസി സിറ്റുവേഷൻ ഒരു പക്ഷേ കുഞ്ഞിനുണ്ടായേക്കാം. ജീവനാപത്താകുന്ന നിലയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞങ്ങളോട് ഇവിടെ അടുത്ത് തന്നെ താമസിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തൊരു വാടക കെട്ടിടത്തിൽ ഇപ്പോൾ താമസിക്കുകയാണ്. പ്രവർത്തനങ്ങൾ പോയി വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ സങ്കടകരമായ മറ്റൊരു കാര്യം, ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളാണുള്ളത്. 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. ഷാനോക്ക് 4 വയസ്സുള്ള ഷാനോക്ക് ഈ 3ാമത്തവനാണ്. എന്നാൽ ഞങ്ങളുടെ മൂത്ത മകൻ സയനാൻ, അവന് DMD എന്ന് പറയുന്ന ഒരസുഖം ബാധിച്ചിരിക്കുകയാണ്. അത് പിന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 9 വയസ്സിൻ്റെ സമയത്താണ് നമുക്ക് മനസ്സിലാകുക. പോകെ ചലനശേഷി നഷ്ടപ്പെട്ട് ചലനശേഷി നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് അവനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പാണ് അവൻ്റെ അസുഖം സ്ഥിരീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. അതിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ആ കാര്യങ്ങൾ, ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അതിൻ്റെ മുകളിലൊരു വലിയ പ്രയാസമായി ഇപ്പോൾ 3ാമത്തവൻ സാനോഹിൻ്റെതായ ഈ ബ്ലഡ് ക്യാൻസറിൻ്റെ അവസ്ഥകൾ കൂടി വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഒരു ചെറിയ സഭയുടെ ഒരു പാസ്റ്ററാണ് ഞാൻ. ഞങ്ങൾക്ക് കൂടി വരുവാൻ എല്ലാവരും കൂടി ഒരു 20 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ സഭയ്ക്ക് ഈ സമയത്ത് ഞങ്ങൾക്ക് ചികിത്സ തന്നെ വലിയ ചിലവാണ്. എന്നാൽ അതിനുള്ള ഒരു സാമ്പത്തിക ശേഷി ആ സഭയ്ക്കില്ല. മോൻ്റെ ട്രീറ്റ്മെൻറ്റുണ്ട്, അതുപോലെ ഇവന് സാനോഹിൻ്റെതായ ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ ഇവിടെ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കൂടി ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതുപോലെ ഈ സമയത്ത് ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്നുകൂടെ ഞങ്ങൾ ഈ സമയത്ത് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ 2 പേരുടെയും കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ വർഷം ഈ കുഞ്ഞുങ്ങളെ, ഇവിടെ മൂത്ത കുഞ്ഞുങ്ങളെ 2 പേരെയും ഇവിടെ തന്നെ ഈ തലശ്ശേരി ഭാഗത്ത് സ്കൂളിലേക്ക് ചേർത്തണം. അവരെ ഇവിടെ പഠിപ്പിക്കണമെന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ്, സാനോഹമോൻ്റെ ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അവനെ സ്കൂളിൽ, മൂത്തവർ 2 പേരെ സ്കൂളിൽ ഇവിടെ ചേർത്താൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇതെല്ലാം വലിയ സാമ്പത്തിക ആവശ്യമാണ്. മോൻ്റെ ഇപ്പോൾ സാനോഹിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇപ്പോൾ അവർ ചികിത്സയായിട്ട് പറയുന്നത് ഇതൊരു അപൂർവ രോഗമായതുകൊണ്ട് ഇതിന് അധികം ട്രീറ്റ്മെൻറ്റുകൾ ലഭ്യമല്ല. ചെയ്യാനുള്ളത് ബോൺമാരോ മാറ്റിവെക്കുക, മജ്ജ മാറ്റിവെക്കുക, BMT എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അത് ഏറെ ചിലവേറിയതാണ്. 35 ലക്ഷം രൂപയാണ് അതിൻ്റെ ചിലവായിട്ട് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ തന്നെ അതിനുശേഷം പിന്നെ പുറകാല മുമ്പോട്ടുള്ള ചികിത്സകളൊക്കെ അതിലപ്പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ മജ്ജ മാറ്റി വെക്കുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു സൊല്യൂഷനായിട്ട് ഡോക്ടേഴ്സിന് പറയാനുള്ളൂ. അതൊരു വലിയ സാമ്പത്തിക ആവശ്യം അതിന് പുറകിലുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചെറിയൊരു സഭയുടെ പാസ്സായതുകൊണ്ട് തന്നെ എനിക്ക് ആ നിലയിൽ അത് കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല.
അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക നന്മകൾ നൽകി ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ മൂത്ത മകൻ സൈനാന് അവന് DMD എന്ന് പറയുന്ന മസ്കുലർ ഡിസ്ട്രോഫിയാണ് അവൻ്റെ അസുഖം. അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റുകൾ ഇന്ന് വലിയ കാര്യമായിട്ട് ലഭ്യമല്ല. പക്ഷേ അവന് ചെയ്യേണ്ടത് ഡെയിലി അവൻ്റെ പ്രോട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോട്ടീൻ ലഭ്യമായ ആഹാരങ്ങൾ, നട്ട്സോ പീനട്ട്സ് അതുപോലെ പ്രോട്ടീൻ ലഭ്യമാകുന്ന ആഹാരങ്ങളാണ് അവന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ പ്രോട്ടീൻ നമുക്കൊരു മരുന്നാണെങ്കിൽ അവന് ഒറ്റക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ മറ്റു കുഞ്ഞുങ്ങളും കൂടി ഉണ്ടാകുമ്പം അവർക്കും കൂടെ നമ്മൾ ഈ പ്രോട്ടീനുള്ള ആഹാരം കൊടുക്കേണ്ടതുണ്ട്. ഈ പ്രോട്ടീൻ ലഭിക്കുന്ന ആഹാരങ്ങൾ, നട്ട്സ് പീനട്ട്സൊക്കെ അത് നല്ല ചിലവേറിയ കാര്യമായതുകൊണ്ട് നിലവിലിപ്പോൾ അതിനും നമുക്ക് വലിയൊരു സാമ്പത്തിക ആവശ്യം കണ്ടെത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റു കുഞ്ഞുങ്ങൾ കൂടി കൊടുക്കേണ്ടതുകൊണ്ട് നമുക്ക് എമൗണ്ട് കൂടുതൽ അത് വാങ്ങിക്കേണ്ട വരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതും ഞങ്ങൾ ഈ സമയത്തൊരു വലിയ സാമ്പത്തിക ഭാരത്തിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾ അവനെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. മലബാർ ക്യാൻസർ സെൻറ്ററിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഒരു പേപ്പറാണ്. കുഞ്ഞിൻ്റെ രോഗവിവരത്തെ കാണിച്ചുകൊണ്ടുള്ള ഒരു പേപ്പർ. എന്തായാലും ഞാനിത് വാട്സാപ്പിൽ അയക്കുമ്പോൾ ഇതോടെ ചേർത്ത് ഞാൻ വാട്സാപ്പിൽ അയക്കും. ദയവായിട്ട് ആ പേപ്പറുകൾ കുഞ്ഞിൻ്റെ മറ്റ് മെഡിക്കൽ വിവരങ്ങളൂടെ ഞാൻ വാട്സാപ്പിലിടും കേട്ടോ. ദയവായിട്ട് അതൊന്ന് കാണണേ. അപ്പോൾ ഞങ്ങൾക്കൊരു ഭീമമായിട്ടുള്ള തുക ഇവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. മൂത്ത കുഞ്ഞിനാണെങ്കിലും DMD എന്ന അസുഖത്താൽ അവനും ഭാരപ്പെടുന്നു. ഇപ്പോൾ 2 പേർക്കുമുള്ള പ്രാർത്ഥനയും സഹായങ്ങളും ഞങ്ങൾ ചോദിക്കുകയാണ്. ടീന പറഞ്ഞോളൂ. പ്രിയമുള്ളവർ, വളരെ സങ്കടത്തിലാണ് പ്രിയമുള്ളവരെ. നമ്മളെത്ര ഇതാണെന്ന് പറഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു പ്രയാസം വന്നാൽ നമ്മൾ വല്ലാതെ പതറിപ്പോവും. 2 പേരും വളരെ പ്രയാസത്തിലൂടെയാണ്. ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെയൊക്കെ ചിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ചിലപ്പോൾ സന്തോഷത്തോടൊക്കെ ചിരിക്കുന്നതായിട്ട് മറ്റുള്ളവർക്ക് തോന്നും. പക്ഷേ ഉള്ളിൽ കരയുകയാണ്. കാരണം ഈ 2 കുഞ്ഞുങ്ങളും പ്രയാസത്തിലാണ്. മൂത്ത കുഞ്ഞിനും അങ്ങനെ മരുന്ന് കാര്യങ്ങളൊന്നും ഇപ്പോഴും അവൻ്റെ ചികിത്സയ്ക്കും ഇല്ല. അവൻ എഴുന്നേറ്റ് നിന്നാൽ പിന്നെ എഴുന്നേറ്റ് നിർത്തിയാലേ മാത്രമേ നടക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ സാഹചര്യങ്ങൾ. ഈ മോന് സാനോഹ്, അവനും ഈ വലിയ പ്രയാസത്തിലൂടെ പോകുന്നു. 35 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റുകയില്ല. കാരണം ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ്. കാരണം 2 കുടുംബങ്ങളും മറ്റൊരു മതപശ്ചാത്തലത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് സപ്പോർട്ടില്ലാതെ പ്രയാസപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കുടുംബത്തെ സഹായിക്കണം. നമുക്ക് സഹായിക്കണം. നമ്മുടെ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ഈ കുഞ്ഞിനെ ആദ്യമായിട്ടൊരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം വന്നു. ഞാൻ പല പ്രാവശ്യം വിളിച്ചു വരാനായിട്ട്. എപ്പോൾ വിളിച്ചാലും ആശുപത്രിയിലാണ്. കാരണം ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ എത്താനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് യാത്ര തിരിച്ച്, എനിക്ക് വയനാട്ടിലൊക്കെ പോകണമായിരുന്നു. അവിടെ നിന്ന് യാത്ര തിരിച്ച് ഇന്നലെ രാത്രി 12 മണിയായി ഞാൻ കണ്ണൂരെത്തിയിട്ട്. അങ്ങനെയാണ് ദേവാസനയും കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഈ വാടക വീട്ടിലെത്തിയത്. നമുക്കവരെ തീർച്ചയായിട്ടും സഹായിക്കുകയും കരുതുകയും ചെയ്യണമേ. ഫസ്റ്റ് കുഞ്ഞിനെ ഒന്ന് RCC കാണിച്ചുകൂടായിരുന്നു? ദേവാസനെ ഞങ്ങൾ RCCയിൽ കൊണ്ടുപോയായിരുന്നു. ഇവനെ ഇതുവരെയുള്ള റിപ്പോർട്ട്സ് എല്ലാം കൊണ്ട് ഞാൻ RCCയിൽ പോയി. അവിടെ ഗുരുപ്രസാദ് എന്ന് പറയുന്ന ഡോക്ടറാണ് ഈ പീഡിയാട്രിയുടെ ഓങ്കോളജി കൈകാര്യം ചെയ്യുന്നത്.
അതിന് ഹെമറ്റോളജി വിഭാഗമൊക്കെ ഉണ്ട്. അവിടെ പോയി കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നിലവിൽ മലബാർ ക്യാൻസർ സെൻ്ററിൽ തലശ്ശേരിയിൽ ചെയ്യുന്ന ചികിത്സ തന്നെയാണ് അവന് വേണ്ടത്. മാത്രമല്ല BMT എന്ന് പറയുന്ന ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് അഥവാ ഈ മജ്ജ മാറ്റിവെക്കുന്ന ഒരു ചികിത്സാ രീതി ഇന്ന് നിലവിൽ അവിടെ RCC ലഭ്യമല്ല. RCC കുട്ടികൾക്ക് വലിയവർക്ക് മാറ്റി വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളോട് കുട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പം അവർ പറഞ്ഞത് BMT ഇപ്പോൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. പിന്നീട് ബെല്ലൂര് പോകാനാണ്, അല്ലെങ്കിൽ കോഴിക്കോട് MVRൽ പോയിട്ട് ചെയ്യാൻ. നമ്മളൊരു മറ്റൊരു കുട്ടിയെയും ഇതുപോലെ LP സമയത്ത് 12 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ വേറെ സാമ്പത്തികമായിട്ട് സഹായിച്ച് അങ്ങനെ ചെയ്യുകയായിരുന്നു. ഇപ്പം ഇവിടെ നമുക്ക് മലബാറിൽ ആശ്രയിക്കാൻ ഈ മലബാർ തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെൻ്ററാണ് ഉള്ളത്. പിന്നെ കോഴിക്കോട് ഉണ്ട്, MVR ഉണ്ട്, അവിടെയും ഈ ചികിത്സയുണ്ട്. എന്നാൽ ഒന്നുകൂടി നല്ലത്, ഒരു നല്ല ഒപ്പീനിയൻ നമുക്കറിയാൻ പറ്റുന്നതും ഇവിടെ തലശ്ശേരിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് പോയി വരാനൊക്കെ ഉള്ള സാഹചര്യം, ട്രീറ്റ്മെൻറ്റ് നടത്താനുള്ള സാഹചര്യം, അതുപോലെ ശുശ്രൂഷയും കൂടെ ഇതിനോടുള്ള ബന്ധത്തിൽ കൊണ്ടുപോകേണ്ടതായിട്ടുള്ളത് കൊണ്ട്, സഭാ ശുശ്രൂഷ ഉള്ളത് കൊണ്ട് ആ നിലയിൽ കൂടി ചിന്തിച്ചാണ് ഇപ്പോൾ തലശ്ശേരിയിൽ ഞങ്ങൾ ഇതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്? ബാങ്ക് ബറോഡ. ആരുടെ പേരില്ല? എൻ്റെ പേര് റീന എന്ന് മാത്രമേ ഉള്ളൂ? റീന മോള്. ഓക്കെ. ബ്രാഞ്ച് ഏതാ? ചെറുപുഴ ബ്രാഞ്ച്. ചെറുപുഴ കാസർഗോഡ് അല്ലേ? കണ്ണൂർ. ഓക്കെ. കാസർഗോഡിൻ്റെ അതിർത്തിയാണ് അത്, കണ്ണൂരിൻ്റെ അതിർത്തിയാണ്. ഞാൻ വന്നിട്ടുണ്ട് അവിടെ. ഞാനിതുപോലെ വേറൊരു 1-2 പേർക്ക് വേണ്ടിയിട്ട് വന്നിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കവരെ സഹായിക്കണേ, അവരെ മറന്നു പോകാതെ സഹായിക്കണേ. ഇവിടെ അക്കൗണ്ടിൽ മാത്രം പൈസ അയച്ചാൽ മതി. നമുക്ക് അക്കൗണ്ടിൽ യൂട്യൂബിൽ കൊടുക്കാനായിട്ട് പറ്റില്ല. യൂട്യൂബിൻ്റെ നിയമം അനുസരിച്ച് അക്കൗണ്ട് ഒരിക്കലും യൂട്യൂബിൽ ഇപ്പം നമുക്കിടാൻ പറ്റില്ല. ഇപ്പോൾ യൂട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവർ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അപ്പീൽ കൊടുത്താലും അവരത് അത് പുനഃസ്ഥാപിക്കുന്നില്ല. കാരണം യൂട്യൂബിൻ്റെ നിയമം അനുസരിച്ച് അതൊന്നും പങ്കുവയ്ക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഞങ്ങളെ ഇതുമായി ബന്ധപ്പെടുവാൻ, സാമ്പത്തികമായി സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളിവിടെ ഫോൺ നമ്പർ ചേർക്കുന്നുണ്ട്. ആ ഫോൺ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. ഇല്ല, വാട്സാപ്പിലൊരു മെസ്സേജ് അയയ്ക്കുക. തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ അക്കൗണ്ട്, റീനയുടെ അക്കൗണ്ട് വിവരങ്ങൾ, കുഞ്ഞിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ, മറ്റു വിവരങ്ങൾ ഞങ്ങൾ വാട്സാപ്പിൽ അയച്ചു തരും. പിന്നെ കഴിയുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്ന ഈ തലശ്ശേരിയിലെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, ക്യാൻസർ സെൻ്ററിലെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആണ് ഇവിടെ റൂം എടുത്തിരിക്കുന്നത്. കഴിയുമെങ്കിൽ ഇവരെ വന്നൊന്ന് കാണുകയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ രോഗികളായി പ്രയാസപ്പെടുന്നവരെ ഒന്ന് കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വലിയൊരു ആശ്വാസമാണ്. പാസ്റ്റർമാരെന്ന് പറഞ്ഞാലും അവർ ഇരുമ്പ് മനുഷ്യരൊന്നുമല്ല, അവർ മനുഷ്യരാണ്. നമ്മളെപ്പോലെ മജ്ജയും മാംസമൊക്കെയുള്ള മനുഷ്യർ തന്നെയാണ് അവരും. അവർക്കും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. അവർ പലരെയും വിശ്വാസത്തിൽ ബലപ്പെടുത്തുകയും വിശ്വാസത്തെ ശക്തീകരിക്കുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും കരുതുകയും പല സാമ്പത്തികമായി സഹായിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കർത്തദാസന്മാരും. എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ അവരും മാനസികമായ പ്രയാസങ്ങളിലൂടെ ദുഃഖങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ അവർക്കും തുണ. പൗലോസ് അപ്പോസ്തലൻ പോലും തൻ്റെ അവസാന കാലഘട്ടത്തിൽ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ എല്ലാവരും കൈവിട്ടു, കർത്താവ് മാത്രം തുണയായി നിന്നു എന്നൊക്കെ താൻ വേദനയോട് പറയുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ ഓർക്കുകയാണ്. പ്രിയമുള്ളവർ, ഇതുപോലെ ചിലപ്പോഴൊക്കെ നമുക്കും ഇതുപോലുള്ള പ്രയാസങ്ങളൊക്കെ വരും. തീർച്ചയായിട്ടും ഇവരെ സഹായിക്കുകയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ വളരെ വിനീതമായിട്ട്, വളരെ താഴ്മയായിട്ട് ഞാനും അപേക്ഷിക്കുകയാണ്.